കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സഹനങ്ങളെ നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ടില്ലെങ്കിൽ അത് നാശത്തിൻ്റെ ജീവിതമാണ് എന്ന് കരുതി ജീവിതം നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഈ സാറായുടെ ജീവിതത്തിൽ, അബ്രാഹത്തിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ ദൈവം കൊടുത്ത വാഗ്ദാനം മക്കൾ ധാരാളം ഉണ്ടാകുമെന്നാണ്. പക്ഷേ അവൾ അത് അവിശ്വസിച്ചു. നീണ്ട വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിനാൽ ഹാഗാർ എന്ന് പറയുന്ന ദാസിയിലൂടെ ഒരു കുഞ്ഞിനെ ജനിക്കുവാനായിട്ട് അവൾ ആഗ്രഹിക്കുകയാണ്, പരിശ്രമിക്കുകയാണ്. അപ്പോൾ ദൈവിക പദ്ധതിയെ അവിശ്വസിക്കും. ഒരു സംഭവം പറയാം. ഒരമ്മ പറയുകയാണ്, അച്ഛാ, എൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം എൻ്റെ മുറിയിലേക്ക് 3 കൊച്ചു കുട്ടികളെ ആക്കിയിട്ട് വാതിൽ അടച്ചിട്ട് ആള് പോയി. രാത്രി 12 മണി കഴിഞ്ഞിട്ടും എൻ്റെ മുറിയിലേക്ക് എൻ്റെ ജീവിത പങ്കാളി വരാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാതിൽ തുറന്ന് ഞാനൊന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ചാരായം വാറ്റിക്കൊണ്ട് ഇരിക്കുകയും ചാരായം കുടിക്കുകയും ചെയ്യുന്ന ജീവിത പങ്കാളിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഞാൻ കരയാത്തതില്ല. ക്രൂരമായ മർദ്ദനങ്ങളാണ് എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞ ഭർത്താവ് സ്വന്തമായൊരു കടയുണ്ട് എന്ന് പറഞ്ഞത് സത്യത്തിൽ നുണയായിരുന്നു. അത് വേറൊരാളുടെ കടയായിരുന്നു, അവരുടെ കടയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഗൾഫിലേക്ക് പോയില്ല. എന്നിട്ട് ഈ സഹോദരി പറയുകയാണ്, അച്ഛാ, എല്ലാ ദിവസവും ക്രൂരമായ മർദ്ദനം, മൂക്കറ്റം കുടിക്കും, ജോലിക്ക് പോവില്ല. എങ്ങനെയോ 2 കുഞ്ഞുങ്ങളുണ്ടായി. ആ കുട്ടികൾക്ക് പഠിക്കുവാനും പറ്റുന്നില്ല. എങ്കിലും അവരെ ഒരു തരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു ഈ അമ്മ. ഈ കൊച്ചുങ്ങൾ എങ്ങനെയൊക്കെയോ പഠിച്ച് ഇതിനിടയിൽ വീട്ടിൽ കൊണ്ടാക്കും, പിന്നെ ഓരോരുത്തരും പറഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഈ ഡിഗ്രി പഠിക്കുന്ന പ്രായമായി. അവർ ഒരു കണക്കിന് ആരുടെയും സഹായം കൊണ്ട് ഡിഗ്രിയൊക്കെ പഠിച്ചു. ആ കുട്ടികൾ പഠിക്കുന്ന അവസരത്തിൽ തന്നെ ജോലി ചെയ്യാൻ പോയി തുടങ്ങി. ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് അവർ ചെറിയൊരു പന്തൽ പണി, അങ്ങനത്തെ ഓരോ പണികളൊക്കെ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പന്തലിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മകൻ, ഡിഗ്രി കഴിഞ്ഞ ഒരു പയ്യൻ, മൂത്ത മകൻ, അവൻ പഠിച്ച് അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി. ഒരു ക്ലാസ്സിലും പോകാതെ പണിയെ ചെയ്യുന്നതിനിടയിൽ അവൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി. അവന് ലഭിച്ച ഭാര്യ ഒരു ഡോക്ടറാണ്. 2ാമത്തെ മകൻ വലിയ ബിസിനസ്. ഈ അമ്മ എൻ്റെ മുമ്പിലിരുന്ന് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവാണ് എൻ്റെ ദൈവം. ആ അപ്പൻ എനിക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ തന്നു. എനിക്ക് നന്ദിയല്ലാതെ വേറൊന്നും പറയാനില്ല അച്ഛാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ, ഒരിക്കലും ഒരു കുറ്റം ഭർത്താവിനെ കുറിച്ച് പറഞ്ഞില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് പങ്കുവെച്ചു. എന്നിട്ട് അമ്മ പറയാണ്, ചിലപ്പോഴൊക്കെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിനാൽ ഈ മക്കൾ അമ്മയും കൊണ്ട് ജോലിക്ക് പോകും, എന്നിട്ട് കാറിലിരുത്തും. ഈ അമ്മ പറയുകയാണ്, അച്ഛാ, എനിക്ക് ഒന്നിൻ്റെയും കുറവില്ല, മക്കളൊക്കെ നല്ല നിലയിലായി. ഞാൻ ഈ സംഭവം നിങ്ങളോട് പങ്കുവെച്ചത്, പ്രിയമുള്ളവരെ, ആദ്യ ദിവസം തന്നെ ജീവിതം നശിച്ചുവെന്ന് ആ അമ്മ തീരുമാനിച്ചാൽ ഇങ്ങനെ ഒരു നന്മ ആ മക്കൾക്ക് ലഭിക്കുമോ? ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ, മക്കളുടെ വിവാഹത്തിൻ്റെ സമയത്ത് പോലും ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാനും കേസ് കൊടുക്കുകയും അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്ത ഒരു അപ്പനാണ്. എന്നിട്ടും ഈ അമ്മ ഉപേക്ഷിക്കാതെ അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പൻ കുടിക്കുമോ? ഇല്ല, അപ്പൻ ഇപ്പോൾ കുടിക്കുകയില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ചില സഹനങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ടാൽ മാത്രമാണ് ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ അമ്മ ഒരിക്കൽ പോലും ഒരു കുറ്റപ്പെടുത്തുന്ന വാക്ക് പിതാവിനെ കുറിച്ച് പറഞ്ഞില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, എൻ്റെ അപ്പനൊന്നും കാണാതെ. അപ്പം അമ്മ ഒരിക്കൽ പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് 28 തികഞ്ഞ ദിവസം, ആദ്യത്തെ കുഞ്ഞിന്, അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ കയറൊക്കെ കെട്ടി. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി അച്ഛാ. പിന്നീട് ഒരിക്കലും അമ്മ അത് ചെയ്തില്ല. അത്രമാത്രം ക്ലേശകരമായിരുന്നു ആ ജീവിതം.
ജീവിതത്തിൽ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ കണ്ടാൽ മാത്രമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് ഒരു ഉത്തരമുള്ളൂ. വിശ്വാസത്തിലൂടെ ആ സഹനത്തെ ചേർത്തു പിടിച്ചാൽ ഈ അമ്മ പറഞ്ഞതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം നിനക്കാണ്. നിൻ്റെ ഒരു മകൻ ആലോചിച്ച് നോക്കണം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടല്ല അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയത്. പണിക്ക് പോകുന്നതിനിടയിൽ പുസ്തകങ്ങൾ വായിച്ച് സമയം കണ്ടെത്തി പഠിച്ച് അവനൊരു CA പാസ്സായെങ്കിൽ അവൻ്റെ ജീവിത പങ്കാളി ഒരു ഡോക്ടറായി. അമ്മ പറയണം, ഒരിക്കൽ പോലും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു വലിയൊരു വീട്ടിൽ നിന്നാണ് എൻ്റെ മകനൊരു ബന്ധുത കിട്ടിയത്. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരണമെങ്കിൽ നീ ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ കുരിശിലേക്ക് നീ വെച്ച് കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ നിനക്കൊരു വിശ്വാസം വേണം. അതാണ് നമുക്കുണ്ടാകേണ്ടത്. ആ അമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞത്, എൻ്റെ അപ്പൻ എന്നെ ഒരുപാട് അനുഗ്രഹിക്കുകയാണ്. ആ അമ്മയുടെ സഹനങ്ങളെ ഓർത്ത് സങ്കടപ്പെടുക, കണ്ണീരല്ല, പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അമ്മ പറയുകയാണ്, അച്ഛാ, എൻ്റെ അപ്പൻ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു, എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല, ഈ ജീവിതം പോരാ എന്നാണ് അമ്മ പറയുന്നത്. ജീവിതത്തിൽ നമുക്കൊരുപാട് പരാതികളുണ്ട്, നമുക്കൊരുപാട് പരിഭവങ്ങളുണ്ട്. എന്നെ സ്നേഹിച്ചില്ല, എന്നെ നോക്കിയില്ല, എനിക്ക് 1,00,000 രൂപ ഇപ്പോഴും കിട്ടിയില്ല, ഞാൻ ആ കൊടുത്ത പൈസ തന്നില്ല, ഒക്കെ പരാതികളാണ്. നിങ്ങൾ ഇന്നിരുന്ന് ഒരു 5 മണിക്കൂർ സമയമെങ്കിലും മിനിമം നിങ്ങൾക്ക് പറയാനുള്ള നന്ദികൾ ഒരുപാട് നിൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ നീ നിൻ്റെ ജന്മം മുതൽ നീ ഒന്ന് എഴുതി വയ്ക്കണം. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഒരു 10 മിനിറ്റെങ്കിലും നമ്മളൊരു ദിവസം നന്ദി പറയാൻ ദൈവത്തിനോട് മുമ്പിൽ കാഴ്ചവെച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളൊക്കെ കർത്താവ് എടുത്തു മാറ്റും. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവിക പദ്ധതിയെ നമ്മൾ അവിശ്വസിച്ചാൽ നാശത്തിലേക്കും, സഹനത്തിൻ്റെ ദൈവിക പദ്ധതിയിൽ നാം കൂടെ നിന്നാൽ ദൈവാനുഗ്രഹവും നമ്മുടെ കൂടെയുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണ് ഞങ്ങൾ. എങ്കിലും ആ പദ്ധതി ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശോയിലേക്ക് ഒന്ന് നോക്കാൻ, ഈശോയുടെ കുരിശിലേക്ക് ചേർത്ത് വയ്ക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. പ്രാപിക്കാം വിശ്വാസത്താലേ നമുക്ക്, ആനന്ദിക്കാം ആത്മാവിനാഴങ്ങളിൽ. പ്രാപിക്കാം വിശ്വാസത്താലേ നമുക്ക്, ആനന്ദിക്കാം ആത്മാവിനാഴങ്ങളിൽ. വാഗ്ദത്തം ചെയ്ത ദൈവം എന്നോടൊപ്പമുണ്ടല്ലോ, കുന്നുകളും മലകളും പ്രയാസമെന്നെ കയറിയിടും. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.